എന്നെ ഒരുപാട് പെണ്ണുങ്ങൾ വിളിക്കാറുണ്ട്. അവർ മിക്കവരും ഡിവോഴ്സ് മറ്റേക്കാണ്. ഡിവോഴ്സ്. അപ്പൊ അതിന്റെ കാരണം ഇതിൽ കാരണം എക്സ്ട്രാമേറ്റ് അഫെയർ ആണ് സംശയിക്കുന്നുണ്ട്. എക്സ്ട്രാമേറ്റ് അഫെയറെ കുറിച്ചൊരു ചർച്ചയാണ്. അതായത് തന്നെ വിളിക്കുന്നവരൊക്കെ എന്തോ ഡിവോഴ്സ് ആവുന്നതിന് കാരണം 25 ഇഷ്ടല്ല, അവർക്ക് തന്നെ വേണ്ട. ഞങ്ങളാണ് ഒരു 30 പോലെ മിക്കതും ഡിവോഴ്സ് ചെയ്ത് കുട്ടിയുണ്ടാവും. ഞങ്ങൾ ഇവിടെ വിളിക്കുന്നത് UK പറഞ്ഞല്ലോ. എന്നിട്ട് എന്താ അവര് ചോദിക്കുന്നത്? അവര് അല്ല, ആദ്യം വരേക്ക് കൊടുക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ ഒരു ടോപ്പിക്സിലേക്ക് പോയിട്ട് നമ്മുടെ ഹണി ട്രാപ്പ് ചെയ്ത് നോക്കുക. ബ്ലഷ് ചെയ്യുന്നു, എന്താ ചോദിക്കണേ? അതല്ല, അങ്ങനെയല്ല പുള്ളി ഉദ്ദേശിക്കണേ. ഒരു കല്യാണം കഴിക്കാൻ ചോദിക്കോ? എന്താ കല്യാണം കഴിക്കുന്നല്ല, കല്യാണം കഴിക്കണമെന്ന് തോന്നുന്നു, ഉറപ്പില്ല. അല്ലെ, ആദ്യം ആയിരിക്കും, അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ പല ചാറ്റിലേക്ക് പോകും. അതാ പ്രശ്നം. വേറെ പല ചാറ്റിലേക്ക് അവരുടെ എന്നിട്ട് നമ്മളോട് പറയും പറയാൻ കൂടില്ല, ഹണി ട്രാപ്പ് വരെ ഒന്നിട്ട് സമയം എനിക്ക് കാണുന്നുണ്ട്. എനിക്ക് പലർക്കും ഒന്നിച്ച് ഒരാളാണ് 2 പേർക്ക് അയക്കുന്നത്. ഈ സ്പൈ ഗേൾ സ്പൈ വുമൺ കണ്ടില്ലേ, അവരെ എന്നെ പെരേന്ന് ഒതുക്കാൻ വേണ്ടിട്ട് ഒരു അടിയാണ്. പെരയാണെങ്കിൽ അവർ പറഞ്ഞെല്ലാം ചെയ്ത് കൊടുക്കും. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് എക്സ്ട്രാമേറ്റ് അഫെയർസിലേക്ക് വരാം. എക്സ്ട്രാമേറ്റ് അഫെയർസിലേക്ക് വരാം. എക്സ്ട്രാമേറ്റ് അഫെയർ ശരിയാണ് തെറ്റാണ്? സൈക്കോളജിസ്റ്റോട് ചോദിക്കും. ഒരുപാട് കേസുകളൊക്കെ ഡീൽ ചെയ്യുന്ന ആളാ. അല്ല, എങ്ങനെ മാരേജിലേക്ക് എത്തുന്നു എന്നുള്ളതിനേക്കാളും എനിക്ക് തോന്നുന്നു അവര് തമ്മിലുള്ള ലവ് അല്ലെങ്കിൽ അതിനു മുമ്പ് ഉണ്ടായേക്കുന്ന ചില ഡിസ്കഷൻസിലൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. അതിപ്പോ അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും ലവ്, എനിക്ക് തോന്നുന്നു ഇപ്പൊ അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ അത്യാവശ്യം സമയം കൊടുത്തിട്ടൊക്കെയാണ്. പഴയ പോലെ ഇപ്പൊ പെണ്ണ് അതെ അതെ, അപ്പൊ പെണ്ണ് കാണുക അതിന്റെ പിറ്റേ മാസം അല്ല, പെണ്ണ് കണ്ട് അവര് നമ്പർ എക്സ്ചേഞ്ച് ചെയ്ത് അത്യാവശ്യം സംസാരിച്ച് അവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് നല്ലതാണ്. അപ്പൊ എനിക്കങ്ങനെ അറേഞ്ച്ഡ് മാരേജ് ആരും ചെയ്യരുത് എന്നൊരു അഭിപ്രായമൊന്നുമില്ല. അറേഞ്ച്ഡ് എന്ന് വെച്ചാൽ ഒരു മാട്രിമോണിയൽ സൈറ്റിലൂടെ ഒരാളെ കണ്ടെത്തുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല. കണ്ടെത്താൻ എല്ലാവർക്കും ഒരുപോലെ സാധിച്ചോളണമെന്നില്ല. അപ്പൊ മാട്രിമോണി നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. കണ്ടെത്തിയതിനു ശേഷം നിങ്ങൾ തമ്മിലുള്ള ഡിസ്കഷൻസിന്റെ ഒരു ക്വാളിറ്റി ആണ് ഇമ്പോർട്ടന്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ലവ് ആണെങ്കിലും അറേഞ്ച്ഡ് ആണെങ്കിലും. എന്താ ലവ് ആണെങ്കിൽ ഒരാളോട് മാത്രമായിരിക്കില്ല, ലവ് ആണെങ്കിലും ഒത്തിരി പേരെ ഉണ്ടാവും, ലസ്റ്റ് ആണെങ്കിലും ഒത്തിരി പേര് കപ്പാസിറ്റി ഉണ്ടാവും. അത് നമുക്ക് ഒന്നിനും അങ്ങനെ ശരി തെറ്റ് നിർണയിക്കാൻ, ശരി തെറ്റുകള് അതെ സാഹചര്യമാണെന്ന് മാത്രമല്ല, ശരി തെറ്റുകൾ നിർണയിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളുടെ ഇന്ത്യൻ നിയമത്തിൽ അതിന് ശരി തെറ്റുണ്ടോ നോക്കേണ്ടി വരും. അല്ലാതെ ഇപ്പൊ നമ്മള് മോറൽസ് വെച്ചിട്ട് പറയാനാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ, ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ വീട്ടില് ഭക്ഷണമില്ല, പക്ഷെ പുറത്ത് നിങ്ങൾ കഴിക്കാനും പാടില്ല. അപ്പൊ അയാൾ എന്ത് ചെയ്യും? അയാള് വിശക്കണോ? ഇവിടുത്തെ വിശക്ക് അതാ ഞാൻ അത് കോണ്ടെക്സ്റ്റുവൽ ആണ്. ചിലപ്പോ സ്നേഹമായിരിക്കാം, അത് ചിലപ്പോ എന്താ പറയാ അവര് ഉദ്ദേശിക്കുന്ന ചില ഡിസ്കഷൻസിന് ഇരിക്കുന്നില്ല. ഇപ്പൊ സ്നേഹം എന്ന് പറഞ്ഞപ്പോ തന്നെ പല രീതിയിൽ വരാം. ഇപ്പൊ ഒരാൾ ഉദ്ദേശിക്കണ എനിക്ക് സ്നേഹം എന്ന് മനസ്സിലാകുന്നത് എന്റെ കൂടെ സംസാരിക്കുന്നതാണ്. ഹേർട്ടാവും. അപ്പൊ ആ ഹേർട്ടാവുന്ന ആൾ അത് അറിഞ്ഞു കഴിയുമ്പോ അതിനനുസരിച്ചുള്ള നിയമസാധ്യതകൾ ഇവിടെയുള്ള രാജ്യം തന്നെയാണല്ലോ. പിള്ളേരെ നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും പിള്ളേരെ ഡയറക്റ്റ്ലി അങ്ങോട്ട് ബാധിക്കുകയല്ല ചെയ്യുക. ഇപ്പൊ എന്ത് സാധനമാണെങ്കിലും അത് എങ്ങനെ ആ കുട്ടികളോട് കൺവേ ചെയ്യപ്പെടുന്നു എന്നുള്ളതിലാണ് അതിനകത്ത് എങ്ങനെ ബാധിക്കും എന്ന് പറയാൻ പറ്റുന്നത്. No, all these things are potential enough to affect the family. എല്ലാത്തിനും അത് എഫക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. അതിപ്പോ എക്സ്ട്രാ മാരിറ്റൽ അഫെയറിന് മാത്രമല്ല, പെട്ടെന്ന് ഇപ്പോ ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ഒരു സ്ഥലം മാറ്റം കിട്ടിയിട്ട് വളരെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിരുന്ന അമ്മ അല്ലെങ്കിൽ അച്ഛന് സ്ഥലം മാറ്റം കിട്ടി ഇപ്പൊ നാളെ ഗുജറാത്തിലോട്ട് പോയി, ഡൽഹിയിലോട്ട് പോയി, ഇത് കുട്ടീനെ എഫക്ട് ചെയ്യൂലേ? മൈത്രേൻ എന്താ പറഞ്ഞേ? എനിക്ക് തോന്നുന്നു അതിന് രണ്ടിനുള്ള കപ്പാസിറ്റി ഉണ്ട്. നമ്മുടെ ബ്രെയിൻ ഡിസൈഡ് ചെയ്യുക, നമ്മുടെ ചോയ്സസിനകത്ത് ഓരോ വ്യക്തിഗതമാണെന്നുള്ളതാണ്.
പോസിബിലിറ്റി എല്ലാവർക്കും എല്ലാത്തിനും ഉണ്ടല്ലോ. പെണ്ണുങ്ങൾ മോണോഗമസും ആണുങ്ങൾ അതാ പറയാൻ, അതിന്റെ ഫിസിയോളജി ആണ് സന്തോഷ് ചോദിക്കുന്നതെങ്കിൽ എനിക്ക് അറിയില്ല എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. ഇഫ് യു ആസ്ക് മീ, എവ്രി വൺ ഹാസ് ദ കപ്പാസിറ്റി ടു ബി having more than one partner, but it is maybe a decision or a choice to not have. Again, അത് ശരി തെറ്റുകൾ ആരാ, അവരെന്താ അത് ചെയ്യുന്നതെന്നുള്ളത് കൂടെ അന്വേഷിക്കേണ്ടിയിരിക്കണം. ഇപ്പൊ എനിക്ക് അങ്ങനെ പൊതുവെ എന്തെങ്കിലും ഒരു കാര്യം ഒരാൾ പറഞ്ഞു നിർത്താം, ഓക്കെ അത് തെറ്റാണ്, അയാളെ നമ്മൾ പുറത്താക്കുക. എവിടുന്നാണ് ഈ പുറത്താക്കുന്നത്? ലോകത്തിൽ നിന്നോ? എങ്ങോട്ടായി പുറത്താക്കുന്നത്? മറിച്ച് കൊണ്ട് വിടുക അങ്ങനെയുള്ളവരെ. എക്സ്ട്രാ അത് ഞാൻ പറഞ്ഞു, നമ്മളിന്റെ അറ്റം മാത്രം കണ്ടിട്ട് ഇതുകൊണ്ടാണ് അത് പൊട്ടിപ്പോയെന്ന് പറഞ്ഞാൽ അതിനിടയിൽ അവര് അവിടെ വരെ എത്തിയത് എന്തുകൊണ്ട് എന്ന് പറയുന്ന സാധനം അന്വേഷിക്കാതെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ആ റിലേഷൻഷിപ്പിനെ ബാധിച്ചുകൊണ്ടായിരിക്കില്ല എക്സ്ട്രാ മാരിറ്റൽ അഫെയർ വന്നതെന്ന് ഞാൻ ചോദിച്ചാ. ഒരുപാട് കാരണങ്ങളുണ്ട്. അതാ ഞാൻ പറഞ്ഞു. ഇപ്പൊ താൻ ആ അഫെയറിൽ ഇരിക്കുന്ന, അതായത് ഇപ്പൊ സന്തോഷ് മാരീഡ് ആണെന്ന് വിചാരിക്കും, സന്തോഷിന്റെ വൈഫ് സ്നേഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സന്തോഷിന്റെ കൂടെ സംസാരിച്ചിരിക്കുന്നതാണ് എന്ന് വിചാരിക്കും. പക്ഷെ സന്തോഷ് ബാക്കിയെല്ലാം ചെയ്യുന്നുണ്ട്. വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരുന്നുണ്ട്, അവരെ സിനിമയ്ക്ക് കൊണ്ടുപോകുന്നുണ്ടാവും, അവര് നിങ്ങൾ ഒരുമിച്ച് ചിലപ്പോ എന്തെങ്കിലും ഈ പറയുന്നത് അത് പറയുന്നുണ്ടാവും, താനൊക്കെ ചിലപ്പോ അത് കൊടുക്കുന്നുണ്ടാവോ എന്നുള്ളൊരു സംശയം. ഇത് ഒരൊറ്റ കാര്യം മാത്രമായിട്ട് എല്ലാവരുടെയും കാര്യമല്ല പറയണേ. അപ്പൊ ആ പെൺകുട്ടി പറയും എനിക്ക് സംസാരിച്ചിരിക്കാൻ സന്തോഷിനെ കിട്ടുന്നില്ല എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ആ പെർസ്പെക്റ്റീവിൽ അവര് ശരിയായിരിക്കാം. അപ്പൊ അവര് ചിലപ്പോ ഒരുപാട് തവണ ആലോചിക്കണം. അതാ പറഞ്ഞ. അപ്പൊ അതാ ആരാ ആലോചിക്കേണ്ടത്? അവർ രണ്ടുപേരും ആലോചിക്കണ്ടേ? അതാ അപ്പൊ ഡിവോഴ്സ് ചെയ്തോ? ഞാൻ ശരിയാണോ തെറ്റാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചിലപ്പോ അവിടെ അവര് വിചാരിക്കുന്ന റീസൺ എന്തായിരിക്കും എന്ന് again അവരോട് തന്നെ ചോദിക്കേണ്ടി വരും, എന്തുകൊണ്ട് ഡിവോഴ്സ് ചെയ്യുന്നില്ല? അപ്പൊ ചിലപ്പോ അവര് പറയാം എനിക്ക് ഫിനാൻഷ്യൽ റീസൺസ് കൊണ്ട് അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. അമ്മയും അച്ഛനെയും സ്നേഹിക്കല്ലേ? എനിക്കങ്ങനെ പവിത്രത എന്ന് വിളിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മളുടെ ഇപ്പൊ കാഞ്ചനമാല എന്ന് പറയുന്ന ഒരാള് അതിനുശേഷം ഒരു എന്തോ സ്പോർട്സ് അക്കാഡമി എന്തോ സ്റ്റാർട്ട് ചെയ്തെന്ന് അങ്ങനെ എന്തോ ആണ്, എനിക്കറിയില്ല. അങ്ങനെ എന്തോ അവര് ഫോക്കസ് മാറ്റിയിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ ലൈഫിൽ നിന്ന് നമ്മൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാൾ മരിച്ചു പോയതിനു ശേഷം ഈ ലോകത്തിലുള്ള മറ്റു പോസിബിലിറ്റീസ് ഒന്നും എക്സ്പ്ലോർ ചെയ്യാതെ, മറ്റു വ്യക്തികളിലേക്ക് ഒന്നും അവർ നോക്കാതെ നമ്മള് ആ നിന്നെടുത്ത് തന്നെ ചോയ്സ് ആണ്. പക്ഷെ അങ്ങനെ നിന്നെടുത്ത് തന്നെ നിന്ന് പോകുന്നതിന് സൈക്കോളജിക്കലി നമുക്കത് എന്തോ കുഴപ്പമില്ലേ, അതൊരു ഓക്കെ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ബട്ട് യാ ഇറ്റ്സ് എ ചോയ്സ്, ബട്ട് ഇറ്റ്സ് നോട്ട് നീഡഡ്. അതിപ്പോ സന്തോഷം എന്തിനാണ് ട്രൂ ലവ് എന്ന് വിചാരിക്കുന്നത്? അത് അല്ല ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അല്ല ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഈ സുഹൃത്തുക്കള് തമ്മിൽ എന്താണ്? ഫ്രണ്ട്സ്, അച്ഛനമ്മ, കുട്ടികള്, ഇതെല്ലാം കാതിൽ മൂവിയിൽ എന്താ കാണുന്നത്? അങ്ങനെ കാതൽ മൂവി കാണിക്കുന്ന മനുഷ്യൻ കല്യാണം കഴിക്കുന്നു. കാതൽ മൂവി ഉണ്ടാകുന്നതിന് അങ്ങനൊന്നുമില്ല. കാതൽ മൂവിയില് എനിക്ക് സൈക്കോളജിക്കലി പറയുന്നത് ഒരു കമ്പാനിയനാണ്. അല്ല അങ്ങനല്ല. കല്യാണം കഴിക്കുന്നതിനൊന്നല്ല. കല്യാണം കഴിക്കുന്നത് ഫാമിലി ഉണ്ടാക്കി, കൊച്ചിനെ ഉണ്ടാക്കി, സ്വത്ത് നിലനിർത്താൻ, അത് കഴിഞ്ഞ് പാരമ്പര്യം നിലനിർത്താൻ, അത് കഴിഞ്ഞ് പിള്ളേരെ അപ്പനമ്മയെ നോക്കാൻ, അത് കഴിഞ്ഞ് പിള്ളേരെ കല്യാണം നടത്താൻ, അത് കഴിഞ്ഞിട്ട് അവരുടെ പിള്ളേരെ കാണാൻ, അത്ര വഴി കഴിയുമ്പോഴത്തേക്കും എനിക്ക് കാത്തു. അത്രേ ഉള്ളൂ. അതിനാ എല്ലാവരും കല്യാണം കഴിക്കുന്നു. അല്ലെ വേറെന്തിനാ? അതേമാതിരി നമ്മൾ ഡിസിപ്ലിൻ ചെയ്യാൻ വേണ്ടി പുറത്തുനിന്ന് ആളെ വിളിക്കണ പോലെയാ. നമ്മൾ സ്വയം ഡിസിപ്ലിൻഡ് ആയിട്ടേ കല്യാണം കഴിക്കാവൂ എന്നാ ഞാൻ പറയുള്ളൂ. തന്നെ ഡിസിപ്ലിൻ ചെയ്യാൻ പുറത്തുനിന്ന് ഒരാളെ താൻ ആർ യു എ ചൈൽഡ്? നോ റൈറ്റ്. സോ വി ആർ ഓൾ അഡൾട്ട്സ് ഹിയർ. ഒരു കുട്ടീനല്ലേ ഡിസിപ്ലിൻ ചെയ്യാൻ ശ്രമിക്കേണ്ടത്. ഓപ്പൺ മാരേജ് സംഭവം ഉണ്ട്. അതായത് പിള്ളേരില്ല, ഹസ്ബൻഡ് വൈഫും നമ്മള് ഹസ്ബൻഡ് പറയാ പേര്, വൈഫിന് പറയാ പേര്, അത് കുഴപ്പമില്ല. പിള്ളേരുണ്ടാകുമ്പോൾ പ്രശ്നമാകും.
എല്ലാരും ഉണ്ടാകുമ്പോ പ്രശ്നമാകുമെന്ന് ചോദിച്ചാൽ പിള്ളേരിലേക്ക് അതിപ്പോ പിള്ളേരുടെ അടുത്ത് ഈ അച്ഛനും അമ്മയും സ്പെൻഡ് ചെയ്യുന്ന സമയത്തിന്റെ കുറച്ചുകൂടിയും കാര്യങ്ങൾ അറിയേണ്ടി വരും. ആ വാല്യൂ സിസ്റ്റം പിള്ളേരിലേക്ക് കൺവേ ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പിള്ളേർ മുൻപിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം അവരിലേക്ക് എടുക്കുന്നുണ്ട്. ആ വാല്യൂസ് ആണ്, ഇങ്ങനെയാണ് ഈ ലോകം വർക്ക് ചെയ്യണ, അച്ഛൻ അമ്മ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നുള്ള വാല്യൂ കുട്ടി എടുക്കും. പക്ഷെ എന്റെ കൺസേൺ അതല്ല. എന്റെ കൺസേൺ എന്ന് പറയുന്നത് അച്ഛനും അമ്മയ്ക്ക് അത്രയും സമയം ഇല്ലാണ്ടാവുമ്പോ കുട്ടിയുടെ കൂടെ ചെലവഴിക്കുന്ന സമയത്തിൽ കുറവ് അത് വേണം. അതിന് കുട്ടിയുടെ കൂടെ സമയം ചെലവഴിക്കുന്നുണ്ടോ, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല വിഷയം. കുട്ടിയുടെ കൂടെ സമയം ചെലവഴിക്കുന്നുണ്ടോ? ഈ സമയം ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ മൊബൈൽ നോക്കിയിട്ട് എന്നിട്ട് കളിച്ചോ എന്ന് പറയുന്നതല്ല. ഇത് മാറ്റി വെച്ചിട്ട് അവരുടെ കൂടെ ഇരുന്ന് കഥകൾ പറയാം. ചോദ്യം മനസ്സിലായില്ല. അയാൾക്ക് എന്ത് പ്രശ്നം? എന്താ തനിക്ക് തന്റെ വൈഫ് വേറെ റിലേഷൻഷിപ്പ് ഉള്ളത് തനിക്ക് ഹേർട്ട് ആവുന്നുള്ളതാണ് പ്രശ്നം. ആവും. അപ്പൊ എന്ത് ചെയ്യണം? അല്ല, ഡിവോഴ്സ് തനിക്ക് ബുദ്ധിമുട്ടായില്ലേ, താനങ്ങ് പൊക്കോ. അത്രേ ഉള്ളൂ. നമ്മള് സംസാരിക്കുന്നത് നോൺ ലിവിങ് തിങ്സിനെ കുറിച്ചോ മെഷീൻസിനെ കുറിച്ചോ അല്ലല്ലോ. നിങ്ങള് ഇത് കല്യാണം കഴിക്കാൻ തീരുമാനിച്ച സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ ഇല്ലായിരുന്നല്ലോ. അതുകൂടാതെ ഷാരട്ടന് 20 വയസ്സുള്ള അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ മക്കളെ ബാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എന്റെ ചോദ്യം എന്ന് പറയുന്നത് മക്കളോട് സമയം സ്പെൻഡ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. മക്കൾക്ക് ഇതെങ്ങനെ കൺവേ ചെയ്യപ്പെട്ടിട്ടു എന്നുള്ളതാണ്. എന്തോ പറയുന്നു പിള്ളേരെ നോക്കുന്ന കാര്യമല്ല, കൊച്ചിനെ ബാധിക്കുമെന്നല്ലേ ചോദിച്ചത്. കൊച്ചിനെ ബാധിക്കുന്നതാണ് തന്റെ പ്രശ്നമെങ്കിൽ താൻ കൊച്ചിനെ ബാധിക്കുന്ന പ്രശ്നം സോൾവ് ചെയ്യുക, അല്ലാതെ മറ്റേതാണ് വിഷയമെങ്കിൽ മറ്റേ സോൾവ് ചെയ്യുക. ഇതിപ്പോ രണ്ടും സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആദ്യം ഏതാണ് പ്രശ്നം, തനിക്ക് ഏതാ കൂടുതൽ വേണ്ടത്, പ്രയോറിറ്റി ഏതിനാ? കൊച്ചിനെ നോക്കുന്നതാണോ? അപ്പൊ താൻ യൂസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അത് പിന്നെ വേറെ അല്ല, ഇയാൾ അഡ്ജസ്റ്റ് ചെയ്ത പോരെ. ഒന്നെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ കഷ്ടപ്പെടുന്നൊന്നും കാണുന്നുണ്ടോ? അയാൾക്ക് വേറെ ഓപ്പർച്യൂണിറ്റീസ് ഇല്ല, വേറെ വഴി പോകും. അതാ പറയുന്നത്, രണ്ടുപേരും കൂടി ഇരുന്ന് ചിന്തിച്ചിട്ട് കുട്ടികൾക്കുള്ള സമയം കൊടുക്കാൻ നിങ്ങൾ ഓക്കെ ആണോ? അല്ലാതെ ഇപ്പൊ ആള് പറഞ്ഞതുപോലെ കുട്ടിയുടെ അടുത്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തായാലും ഇങ്ങനെയാണെന്ന് തീരുമാനിച്ചല്ലോ. അത് ഓപ്പൺ മാരേജ് ആവാം, ഡിവോഴ്സ്ഡ് ആവാം, സെപ്പറേറ്റഡ് ആവാം, അത് നിങ്ങളുടെ തീരുമാനം. ആസ് അഡൾട്ട്സ് നിങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ പറ്റുന്നില്ലേ എന്ന് മാത്രമേ ചോദ്യമുള്ളൂ. ഫൈൻ, അത് സോൾവ് ചെയ്തു. അതാ പറയുന്നത്. അപ്പൊ അത് വഴക്കിന് അവർക്ക് ഒരുമിച്ച് പോകാൻ പറ്റുന്നില്ലെങ്കിൽ അവർ ഡിവോഴ്സ് ചെയ്തു എന്ന് പറയുന്നത് അവരുടെ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ആയല്ലോ. ഇനി നെക്സ്റ്റ് സെക്ഷൻ നമ്പർ 2 ആണ്. ഇനി അങ്ങനെ രണ്ട് വ്യക്തികളായി പിരിയുന്ന അവർക്ക് ഉള്ള ഒരു കുട്ടിയുണ്ട് അവിടെ. ആ കുട്ടീനെ നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ചിലപ്പോ വീക്ക്ലി വൺസ് ആയിരിക്കാം, വീക്ക്ലി ട്വൈസ് ആയിരിക്കാം, മന്ത്ലി വൺസ് ആയിരിക്കാം, ഒരുമിച്ച് വരാൻ നിങ്ങൾ ഓക്കെ ആണോ? കാരണം രണ്ടുപേരുടെ ഉത്തരവാദിത്തപ്പെട്ട ആളാണ് കുട്ടി. ഓക്കെ, അപ്പൊ ആ കുട്ടിക്ക് ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു പ്രോബ്ലം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയും ഒരുമിച്ച് ഈ കുട്ടിയുടെ സമയം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ കുട്ടിക്ക് നല്ലതാ. അതിന് നിങ്ങൾ തയ്യാറാണോ എന്നുള്ളതാണ് ചോദിക്കുക. അതിപ്പോ അതേപോലത്തെ വൈബുള്ള ഒരാൾ അയാൾക്ക് ഇപ്പൊ പാർട്ട്ണറായിട്ട് കിട്ടിയ അയാൾ കല്യാണം അതാ പറഞ്ഞ എല്ലാവർക്കും മാച്ച് ആയിട്ടുള്ള ഒരാളെ കണ്ടുപിടിക്കാനുള്ള ഒരു സാവകാശം ഉണ്ടായാൽ മതിയാവില്ലേ? മാത്രമല്ല അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, അങ്ങനെ നടക്കുന്ന ഒരാൾ കല്യാണത്തെ കുറിച്ച് ചിന്തിക്കുമോ എന്നുള്ളതും കൂടി ഒന്ന് ചോദ്യം നമ്മൾ ചിന്തിക്കുന്നുണ്ടാവുമോ? തന്റെ എക്സാമ്പിളിലുള്ള ആള് കല്യാണത്തെ കുറിച്ച് അപ്പൊ ജസ്റ്റിസ് കാണിക്കില്ല എന്ന് പറഞ്ഞു. കാരണം അവര് കണ്ടെത്തിയ പാർട്ട്ണർ ചിലപ്പോ അവരുടെ അതേ വൈബിളുള്ള ആളെ നമ്മുടെ ലൈഫ് പാർട്ട്ണർ നമ്മളായിട്ട് മാത്രം രസമാക്കാൻ പാടുന്നു പറയുന്നത് അയാളുടെ സെൽഫിഷ്നെസ്സും ശരിയാണ്. അഗൈൻ നമ്മൾ പറയുന്നത് അയാളുടെ പാർട്ട്ണർ അതുപോലെ ചിന്തിക്കുന്ന ആളാണോ? ആണെങ്കിൽ ഓക്കെ ആണ്. അയാൾക്ക് അങ്ങനെ സെൽഫിഷ്നെസ് അല്ലല്ലോ, അവർ തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന പാക്ട് അതായിരിക്കാം. അതേസമയം അവര് മാരേജിലേക്ക് വരുമ്പോൾ തന്നെ അവർ തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്ന ഒരാൾ ഇങ്ങനെയാണ്. അപ്പൊ ഒബ്വിയസ്ലി മറ്റേ ആൾക്കും അതിനുള്ള ഓപ്പണിംഗ് അയാൾ ഇട്ടിട്ടല്ലേ വരുന്നത്.
നമ്മൾ ഈ മാരേജിൽ അപ്പൊ അതായത് ആരോ ഇവിടുന്ന് വന്നു ഒരുത്തം പറഞ്ഞു അല്ലെ ഒരു മാട്രിമോണി സൈറ്റിലേക്ക് കയറി മാട്രിമോണി സൈറ്റിലേക്ക് കയറി ഫോട്ടോ കഴിച്ച ആൾക്കാരല്ലേ അവര് തമ്മിൽ എന്ത് അടുപ്പമുള്ള നിർബന്ധമൊന്നുമില്ല. അങ്ങനെയുള്ള സാഹചര്യം വേറെ എന്തെങ്കിലും എത്ര ദിവസം അങ്ങനെ കല്യാണം വന്നി പോണം കഴിഞ്ഞാൽ അത് കല്യാണത്തിന് മുമ്പ് ഇത് ശരിക്കും ആലോചിച്ച് ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാം. അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഇപ്പൊ മാരേജ് അറേഞ്ച്ഡ് ആണോ ലവ് ആണോ. ഒന്നും ഇതിനൊന്നും വന്നിട്ടില്ലേ? ഇതിനെ ഒന്നും കേട്ടില്ല. അല്ല, അറേഞ്ച്ഡ് ആണോ ലവ് ആണോ എന്ന് ചോദിക്കുമ്പോ തന്നെ നമ്മൾ പറഞ്ഞു തുടങ്ങിയ മറുപടി അങ്ങനെയല്ലേ. അത് ഏതാണെങ്കിലും കുഴപ്പമില്ല, അവര് തമ്മിൽ ലവ് മാരേജ് നടത്തുമ്പോ മിക്ക ആണെങ്കിലും പെണ്ണുങ്ങളുടെ അടുത്ത് അവര് പോസിറ്റീവ് സൈഡ് മാത്രമേ കാണിക്കുള്ളൂ, നെഗറ്റീവ് സൈഡ് കാണിക്കില്ല. കല്യാണം കഴിച്ച സൈഡ് സൈഡ് കാണിക്കുന്നു. ശരിയല്ല എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ നമ്മളെ കുറിച്ച് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ സമയമല്ലേ ഈ കളയണേ. അങ്ങനെ നമ്മൾ നുണ പറഞ്ഞിട്ട് ഒരാളെ കൊണ്ടുവന്ന് കഴിയുമ്പോ പിന്നെ അയാൾ ഡിവോഴ്സ് ചെയ്യാൻ നിൽക്കുമ്പോൾ സമയം എത്ര പോയി. അതിന് നല്ലത് കാര്യം പോലെ പറഞ്ഞ് അതിന് ഓക്കെ ആയിട്ടുള്ള ഒരാളെ കണ്ടുപിടിക്കുവായിരുന്നെങ്കിൽ എളുപ്പമല്ലേ ഇത് കുറച്ചുകൂടി. എന്തിനാ അത്ര സമയം കളയുന്നേ, പ്രായം പോവല്ലേ. ഈ 2K കേസ് ട്രൂ ലവ് ആയിട്ടുള്ളതാണ്. ട്രൂ ലവ് ഉണ്ടോ? ജനറലി 2K കിഡ്സിന് ട്രൂ ലവ് ഉണ്ടാവാറുണ്ടോ? അവര് സെയിം അല്ലേ, മനുഷ്യരുടെ സൈക്കോളജി അല്ലേ നമ്മൾ പറയുന്നത്. അവർക്ക് ബ്രേക്കപ്പ് ആയ വിഷമമില്ല, ഒരാൾ നോക്കിയാൽ എന്ത് ബ്രേക്കപ്പ് ആയ വിഷമമില്ല എന്ന് പറഞ്ഞാൽ അത് മോശമല്ലേ, ലോജിക്കൽ ഇല്ലാത്തതുകൊണ്ടാണ് അല്ലേ. അത് ഈവൻ വെൻ ദ ലവ് ഈസ് സിൻസിയർ, ബ്രേക്കപ്പ് കഴിഞ്ഞാൽ അതും ആലോചിച്ചിരിക്കാത്തത് തന്നെയാണ് നല്ലത്. അത് കഴിഞ്ഞില്ലേ, ഇറ്റ്സ് ഓക്കെ ടു മൂവ് ഓൺ. അല്ല, ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, സന്തോഷിനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യ ചെയ്യുന്ന ആളായിരുന്നോ കറക്റ്റ്? അത് തന്നെയല്ലേ ഇപ്പൊ പറയേണ്ട ആവശ്യമുള്ളൂ. ഇപ്പൊ അത് താൻ ഏത് കൈൻഡ് ഓഫ് ലവിനെ കുറിച്ച് സംസാരിക്കുന്നത് എന്നുള്ളതാണ് അവിടെ എന്റെ ചോദ്യം. അങ്ങനെ എന്തിനാണ് അപ്പൊ നമ്മൾ ഈ കുട്ടികളൊക്കെ പോയിട്ട് ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ ഉടനെ അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പോയ പിള്ളേരുണ്ടാവില്ലല്ലോ. എല്ലാ പിള്ളേരും ആത്മഹത്യ ചെയ്യേണ്ടി വരില്ലേ? എത്ര ബ്രേക്കപ്പ് ഒരുപാട് ആൾക്കാർ അങ്ങനെ ആത്മഹത്യയിൽ ഒരുപാട് വന്നിട്ടുണ്ട്. ഇപ്പൊ ബ്രേക്കപ്പ് പ്രശ്നമൊന്നുമല്ല, അവര് വളരെ പ്രാക്ടിക്കലാണ്. ഇന്നൊരു ബ്രേക്കപ്പ് ആയ നാളെ അതിനെന്തൊരു പ്രോബ്ലം ആയിട്ടാണോ കാണുന്നത്? അവിടെ നഷ്ടമുണ്ടല്ലോ അങ്ങനെ പോകുന്നത്. ലവ് കഴിഞ്ഞു എന്നല്ലേ അതിന്റെ അർത്ഥം. അയാളായിട്ട് നമുക്ക് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. രണ്ടുമുണ്ട്. രണ്ടും അങ്ങനെ തന്നെയാ. ഇതിപ്പോ ഇന്നുള്ളത് നാളെ ഉണ്ടാവും നിർബന്ധമൊന്നുമില്ല. രണ്ടും പ്യൂർ ആണ്. ബട്ട് ദാറ്റ് ഡസന്റ് മീൻ യു ഹാവ് ടു ഹാങ് അറൗണ്ട്. If you are having a breakup, it's a breakup. It's okay to move on. Even when ഒരു ഹാങ് ഓവർ വരില്ലേ? എങ്ങനെ സിൻസിയർ ആയിട്ട് ലവ് ചെയ്യുന്നതെന്ന് പറഞ്ഞേ, എങ്ങനെ സിൻസിയർ ആയിട്ട് ലസ്റ്റ് ഇല്ലാതെ വളരെ പ്യൂർ ആയിട്ട് കാണും. അപ്പൊ അത് അപ്പൊ പ്യൂർ ആണല്ലോ. ലസ്റ്റ് ഇല്ലാതെ പ്യൂർ ആണ്. ഓക്കെ, അപ്പൊ ആ പെൺകുട്ടിന് ലസ്റ്റ് വേണം. അവള് വേറെ അടുത്തൊന്ന് പോയി വേറെ ലസ്റ്റ് കണ്ടെത്തിയ പ്യൂർ ആയിട്ട് താൻ ലവ് ചെയ്തോണ്ട് കുഴപ്പമൊന്നുമില്ല. രണ്ടും വേണം. രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരാളെ വേണ്ടത്. സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൾ ആർക്ക് വേണം? ഇയാൾക്ക് വേണം, അവർക്കും വേണം അല്ലേ? അതിനിടയ്ക്ക് വെച്ചിട്ട് അവർക്ക് ചിലപ്പോ തന്റെ ലവ് ഇച്ചിരി പോരെന്നു പറയുക. ഇച്ചിരി കൂട്ടണം. എങ്ങനെയൊക്കെ കൂട്ടണമെന്ന് അവര് പറയും. അപ്പൊ താനും കൂട്ടും. ലാസ്റ്റ് കൂട്ടണമെന്ന് പറയും, അതും താൻ കൂട്ടും. അല്ലേ? അങ്ങനെയാണ് കുഴപ്പമില്ല, ബ്രേക്കപ്പ് ആകത്തില്ല. പക്ഷെ കൂട്ടാൻ പറ്റിയില്ല ചിലപ്പോ. ഡിമാൻഡ് മാറി, എല്ലാവരും വേറെ പോയി. എന്നെ തനിക്ക് കയറാണ്ട് തോന്നി. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ജീവിതം മെന്റൽ പേഷ്യൻസ് ആണെങ്കിൽ സെക്സ്വലി ഇമ്പോർട്ടന്റ് ആൾക്കാരാണെങ്കിൽ ഡിവോഴ്സ് ചെയ്യാൻ മുമ്പുണ്ടോ? എനിക്കറിയില്ല. അങ്ങനെ ലോ കേട്ടാണോ? അങ്ങനെ ലോ ഉണ്ട്. ഇല്ല,
അറിയില്ല. അങ്ങനെ ലോണില്ല. ഓക്കെ. എന്റെ ഇൻഫോർമേഷൻ അല്ല. അതായത് ഒരാള് പാർട്ട്ണർ മെന്റലി പ്രോബ്ലം ഉണ്ടെങ്കിലും സെക്സ്വലി ഇമ്പോർട്ടന്റ് ആണെങ്കിൽ ഡിവോഴ്സ് അത് വളരെ മനസ്സിലാത്ത കാര്യമല്ല. അതിന്റെ അർത്ഥം കല്യാണം കഴിഞ്ഞാൽ ഓൺലി ഫോർ സെക്സ് എന്നുള്ള അർത്ഥം. ഓൺലി ഫോർ സെക്സ് അല്ല കല്യാണം. എല്ലാം കഴിക്കുമ്പോൾ ഫാമിലിയിൽ ഒരു ചൈൽഡ് വേണമെന്നൊക്കെ ഇത് ചെയ്യുന്ന ശരിയാണ്. പ്രോപ്പർട്ടി മെന്റൽ പ്രോബ്ലം ആണ് സെക്സ്വലി ഇമ്പോർട്ടന്റ് ആണ് ഡിവോഴ്സ് ചെയ്യണം. മെന്റൽ പ്രോബ്ലം ഉള്ളതാണ് ഡിവോഴ്സ് ചെയ്യണമെന്ന് തോന്നിയാൽ ഡിവോഴ്സ് ചെയ്യേണ്ടി വരും. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ല അത് അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. പാർട്ട്ണർ എന്ന് പറഞ്ഞ ആൾക്ക് കുഴപ്പമില്ലല്ലോ. താൻ പറയുന്ന കേസില് ഒരാൾക്കല്ലേ പ്രോബ്ലം ഉള്ളൂ, മറ്റാൾക്ക് പ്രോബ്ലം ഇല്ലല്ലോ. അപ്പൊ അതിനകത്ത് കല്യാണത്തിൽ തന്നെ തുടരണം എന്ന് പറയുന്നതിനകത്തൊരു സെൽഫിഷ്നെസ് ഇല്ലേ? മറ്റേ പ്രോബ്ലം ഇല്ലാത്ത ആളെ പെർസ്പെക്റ്റീവിൽ അയാൾക്ക് എന്തിനാ അയാളുടെ ലൈഫ് പോയില്ലേ? അതാ ഞാൻ പറഞ്ഞു. അപ്പോഴും മറ്റേ ആളെ കുറിച്ച് എന്താണ് സന്തോഷിന്റെ അഭിപ്രായം? അയാൾ നിക്കണം എന്ന് തന്നെയാണോ? എന്തിന് ടോളറേറ്റ് ചെയ്യുമ്പോൾ അയാളുടെ ലൈഫിൽ ഒരു പ്രോബ്ലം വരുന്നില്ല, അത് ഓക്കെ ആണോ സന്തോഷം? ഞാൻ ചോദ്യമായിട്ടാ ചോദിക്കണേ. മെന്റൽ പേഷ്യന്റ് കല്യാണം കഴിക്കൂ, പിന്നെ കല്യാണം കഴിച്ചൂടെ? അത് ഞാൻ എന്താണ് അറിയാലോ ഒരാളെ കല്യാണം തയ്യാറായ അവരില്ല ഒരു ആദ്യമാണ്. അപ്പൊ പേര് വേണ്ട അത് കേസോ അവർക്കും വേണ്ടില്ല. ഞാൻ ചെയ്തതാണ്. മനസ്സിലാക്കണം. ഇത്രയും നെഗറ്റീവ് വന്നിട്ട് ഇപ്പോഴും ഞാൻ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും പോരാടി വിജയിക്കാൻ അവിടെ പോരാട്ടം തീർന്നു. പോരാട്ടത്തിന് ഒരു മീറ്റേ ഉള്ളൂ. പോരാട്ടം ആറാട്ടനാണ് ഞങ്ങൾക്ക് ആവശ്യമല്ലേ? പോരാട്ടം നിർത്തി പിന്നെ എന്ത് ആറാട്ടം വരും? ശരിക്കും ആറാട്ടം ഇങ്ങനെ സെർച്ച് ചെയ്തോണ്ടിരിക്കണം. ആ സെർച്ചാണ് ആൾക്കാർ ഫോളോ ചെയ്യുന്നത്. ആരെ കിട്ടും? ആരെങ്കിലും വീഴുവോ? പരിധിയില്ലേ? അതില്ല. നിരാശ വരില്ലേ? ഓ അങ്ങനെയല്ല. അങ്ങനെ തോന്നാറുണ്ടോ? നിരാശ വന്നോ? ഓ ജീവിതത്തിൽ 6 വർഷം വെറുതെ പോയി. എപ്പോ? ഏതാണ്? പേര് പറയണ്ട. അടുത്ത കേസോ ഈ ലവ് ചെയ്യുമ്പോ ശരിക്കും ലവ് ആണെങ്കിൽ അവരുടെ ബുദ്ധി വർക്ക് ചെയ്യില്ല. അവിടെ ഇമോഷൻ മാത്രം വർക്ക് ചെയ്യും. അപ്പൊ നമ്മൾ ഒരാളെ ഭയങ്കര സ്നേഹിച്ച് ആയിട്ടുണ്ടാവില്ലേ കുറച്ചാലും നമുക്ക് മറക്കാൻ ബുദ്ധിമുട്ട് വരില്ല. ബുദ്ധിമുട്ട് വരും മറക്കാൻ. നമ്മള് മെഷീൻസും അല്ലല്ലോ. പക്ഷെ എന്ന് കരുതി അവരെ മറക്കാൻ ഹെൽപ്പ് ചെയ്യണമല്ലോ, അല്ലെങ്കിൽ അവര് ഒരു സൈഡായിട്ട് ഇരുന്ന് പോവില്ലേ? സ്റ്റോക്കിംഗ് പോസിറ്റീവ് സ്റ്റോക്കിംഗ് നെഗറ്റീവ് സ്റ്റോക്കിംഗ് എത്ര ശരിയാണ്? എനിക്കറിയില്ല, അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ. അല്ല ഒരാളെ ഉപദ്രവിക്കാൻ വേണ്ടി സ്റ്റോക്ക് ചെയ്യുന്നതും അല്ലാതെ സ്റ്റോക്കിംഗ് വ്യത്യാസമില്ല. നമ്മുടെ ലോൺ പറഞ്ഞാൽ സ്റ്റോക്കിംഗ് ആണെന്ന് പറയുന്നത്. പോസിറ്റീവ് സ്റ്റോക്കിംഗ് നെഗറ്റീവ് സ്റ്റോക്കിംഗ് പറയാനില്ല. അതെങ്ങനെയാ ഉപദ്രവിക്കുന്നില്ലെങ്കിൽ എങ്ങനെയാ പുറത്ത് അറിയുന്നേ? സൈക്കോളാണെങ്കിൽ ഇപ്പൊ സാധ്യതയുണ്ട്. അപ്പൊ അത് ഉപദ്രവമായല്ലോ. പോസിറ്റീവ് സ്റ്റോക്കിംഗ് നെഗറ്റീവ് സ്റ്റോക്കിംഗ്. പോസിറ്റീവ് സ്റ്റോക്കിംഗ് അതാ ഞാൻ ചോദിക്കണത്. പോസിറ്റീവ് ആയിട്ട് സ്റ്റോക്ക് നെഗറ്റീവ് റേപ്പ് എന്ന് പറഞ്ഞവരുണ്ട്. പോസിറ്റീവ് സ്റ്റോക്കിംഗ് നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറയുന്ന സൈഡിൽ സ്റ്റോക്കിംഗ് ആണ് പറയേണ്ട കാര്യം ഇല്ല. നമ്മൾ ഒരാളെ സ്ഥിരമായി ഫോളോ ചെയ്യുന്നു. ഒരാളെ ഉപദ്രവിച്ചാലും ഒരു മര്യാദ രീതി ഫോളോ ചെയ്യുന്നത്. അവ പിന്നെ പോസിറ്റീവ് ഇങ്ങോട്ടും വരും. നെഗറ്റീവ് ചെയ്തില്ലെങ്കിൽ അതല്ല പുറകെ നടന്നുകൂടും. ശല്യപ്പെടുത്തുമ്പോഴാണ് നെഗറ്റീവ് ആയിട്ട് മാറണം. അതെ, ആ പോയിന്റ് വെച്ച് പിന്നെ പോസിറ്റീവ് ആയില്ലാതായല്ലോ. പോസിറ്റീവ് ആയിട്ട് നോക്കിയാണോ? പോസിറ്റീവ് സ്റ്റോക്കിംഗ് സംഭവില്ലേ? താൻ ഇങ്ങനെ എവിടെയും ഇരുന്ന് ഫോളോ ചെയ്യുന്നവർ അറിയുന്നില്ലെങ്കിലും കുഴപ്പമില്ല. അറിയില്ല. പോസിറ്റീവായിട്ട് സ്റ്റോക്ക് ചെയ്താൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളെ അറിയുന്നില്ല. അത് വേറെ അങ്ങനെ ഒരു ആളെ ദൂരെ എന്താ പറയുന്നത്? ഇഷ്ടം കൊണ്ട് അല്ല, ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അതെനിക്ക് ശരി തന്നെ. വൺ സൈഡ് ലവ് പെയിൻഫുൾ ആണല്ലോ അല്ലെ? നമ്മള് പറയുന്നില്ല, അറിയുന്നില്ല. എന്താ ചിരി വന്നത്? നിത്യമേനോന്റെ അങ്ങനല്ല. ആരാധന എന്ത് ചെയ്യണമെന്നറിയോ? പ്രപ്പോസ് ചെയ്തുകൊണ്ടേയിരിക്കണം. പ്രപ്പോസ് ചെയ്യുന്ന ജയിലിൽ പോകത്തില്ല. ഇന്നത്തെ പെൺകുട്ടികൾക്ക് കല്യാണം വേണ്ട. പിന്നെ നമ്മുടെ ആളുകൾ എന്ത് ചെയ്യും?
പെണ്ണുങ്ങൾക്ക് കല്യാണം വേണ്ട. നിങ്ങളും കല്യാണം വേണ്ടെന്ന് വെച്ചോളൂ. പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾ ജീവിക്കും, പക്ഷെ ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾ ജീവിക്കാൻ പറ്റാത്ത. എന്താ അങ്ങനെ കാര്യം എന്താ? കാരണം പെണ്ണുങ്ങൾ ആണുങ്ങൾ മെന്റലി സ്ട്രോങ് ആണ്. അപ്പൊ നിങ്ങൾ സ്ട്രോങ് ആവൂ. സ്ട്രോങ് ആവാണ്. ഫിസിക്കലി സ്ട്രോങ് അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ആവൂ, മെന്റൽ ഹെൽത്ത് ഉണ്ടല്ലോ അവിടെ. അങ്ങനെ വെറുതെ ആവാൻ പറ്റുമോ? മെന്റൽ സ്ട്രെങ്ത് എല്ലാം കൂട്ടാൻ പറ്റുമോ? പിന്നെ ഫിസിക്കൽ സ്ട്രെങ്ത് കൂട്ടാൻ ജിമ്മിൽ പോയില്ലേ? അതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇമോഷണൽ സപ്പോർട്ട് കിട്ടുമോ? ഇല്ലായിരിക്കും, കിട്ടില്ല, പാടാണ്. കല്യാണം കഴിക്കുന്നത് പാർട്ട്ണറിനെ അല്ലേ, സൈക്കോളജിസ്റ്റിനെ അല്ലല്ലോ. ഇമോഷണൽ സപ്പോർട്ട് പോയില്ല. അങ്ങനെ ഉണ്ടാവുന്ന എത്ര ദിവസം ഉണ്ടാവും? എല്ലാ ദിവസവും അത് വൈകിട്ട് വീട്ടിലേക്ക് കയറി വരുമ്പോ എനിക്ക് ഇമോഷണൽ സപ്പോർട്ട് തരണം എന്ന് പറഞ്ഞാൽ ആ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് അന്ന് ഒരു നല്ല മൂഡല്ലെങ്കിലോ? നമ്മുടെ പാർട്ട്ണർ സെക്സ്വലി ഒരു പ്രോബ്ലം എന്ന് വെച്ചോ? അല്ല, ഇമോഷണൽ സപ്പോർട്ട് തീരെ ഇല്ലാന്നല്ല. ഇപ്പൊ ഒരു കല്യാണം കഴിയുന്ന എന്റെ അറിവില്ല, അങ്ങനല്ല. കല്യാണത്തിന്റെ ലക്ഷ്യം എന്താണ്? കമ്പാനിയൻഷിപ്പ് ആണെന്നാണ് എന്റെ മനസ്സിൽ. കമ്പാനിയൻഷിപ്പ് അല്ലാതെ ഇവര് കല്യാണം നിർബന്ധം. അതാ പറഞ്ഞ ആ ഒരു അത് നിങ്ങൾക്ക് കമ്പാനിയൻഷിപ്പ് മറ്റു രീതിയിൽ കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും സൈക്കോളജിക്കലി ഓക്കെ ആണ്. മാരേജ് ഒരു ചോയ്സ് തന്നെയാണല്ലോ, ഒരിക്കലും മാരേജ് ചെയ്യണം നിർബന്ധമുള്ള ഒരു കാര്യമല്ലല്ലോ. സംസാരിച്ചോ? നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ. ഒരാളെ കോഴി അല്ലെങ്കിൽ ഞരമ്പ് രോഗി അല്ലെങ്കിൽ കഴപ്പുള്ള ശരിയാണ്. എനിക്കതിനോട് യോജിപ്പില്ല, അങ്ങനെ ഷെയിം ചെയ്ത് സംസാരിക്കുന്നതിനോട്. അങ്ങനെ പറയുന്നത് ശരിയാണ്. എനിക്ക് അതിനോട് യോജിപ്പില്ല. പിന്നെ ആണുങ്ങൾക്ക് ലവും ആണുങ്ങൾക്ക് ലസ്റ്റും പെണ്ണുങ്ങൾക്ക് ലവ് ആണ് ശരിയാണ്. എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ. എല്ലാവർക്കും ലവ് വേണ്ടത് തന്നെയാണ്, എല്ലാവർക്കും ലസ്റ്റ് വേണ്ടത് രണ്ടുമുണ്ട്. ജെൻഡർ സ്പെസിഫിക് ആയിരുന്ന ഒരു കാര്യമല്ലല്ലോ. ഇപ്പൊ നിങ്ങൾ ഡീൽ ചെയ്ത സൈക്കോളജിക്കൽ കേസിലുള്ള എന്താ പറയാ ഇഷ്ടമല്ല നടത്തുന്നത് ശരിയല്ല പറയേണ്ട കേസ് ഒന്നുണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ അടുത്തത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിക്കാൻ ആരും വരാറില്ല. അവരെന്തെങ്കിലും ഒരു ഇമോഷണൽ സ്റ്റേറ്റ് കൂടെ പോകുമ്പോൾ അവരുടെ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, കാരണം അവർ കൺഫ്യൂസ്ഡ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടാ വരിക. അല്ലാതെ നീത ഞാനീ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിക്കാൻ എൻ്റെ അടുത്ത് വരണ്ടല്ലോ. അല്ല, എനിക്ക് തോന്നുന്നത് ക്ലാരിറ്റി കുറച്ചുകൂടി വന്നോണ്ടായിരിക്കില്ലേ, പറയാനുള്ള ധൈര്യം എത്തിക്കൊണ്ടായിരിക്കില്ലേ, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വന്നോണ്ടായിരിക്കില്ലേ. അപ്പൊ അതുവരെ ആണുങ്ങൾ അറിയണ്ടായിരുന്നോ? അപ്പൊ പിന്നെ എങ്ങനെയാ? പ്രാക്ടിക്കലാണ് അത്. കുറച്ച് ഇനിയുള്ള കാലം ഇങ്ങനൊന്നും ആയിരിക്കത്തില്ല. ചുമ്മാ കൊച്ചൊക്കെ തന്നെ ഉണ്ടായി വരും, പേടിക്കണ്ട. കൊച്ചുങ്ങളൊക്കെ തന്നെ ഉണ്ടായിക്കോളും. വല്ല മെഷീനകത്ത് വെച്ച് കഴിയുമ്പോൾ കൊച്ചുണ്ടാവും. ഒരു മെഷീനകത്ത് വെച്ച് കഴിഞ്ഞാൽ കൊച്ചൊക്കെ ഉണ്ടായി വരും. അതുകൊണ്ട് കല്യാണം ഒന്നും കഴിച്ചില്ലെങ്കിൽ ഇവിടെ ആർക്കും പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ യൂറോപ്പിലുള്ള പല ആണെങ്കിലും കല്യാണം കഴിക്കുന്നില്ല. കാരണം എന്താണ്? കാരണം അല്ല അത് പറയുന്നത് ഇപ്പൊ ആളുകളുടെ അവസ്ഥ ഇന്ന് കല്യാണം കഴിച്ച് ഡിവോഴ്സ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ സ്വത്ത് പോകും. ലിവിങ് ടു ഗേൾഫ്രണ്ട് വെച്ചാൽ പീഡണം. അപ്പൊ ഈ ആളുകൾ എന്ത് ചെയ്യണം? ആളുകളുടെ അവസ്ഥ തോന്നി ഒരു പെണ്ണ് ഒരു കേസ് ആണുങ്ങളൊന്നും ചെയ്യണം, ആണും പെണ്ണും ഒന്നും ചെയ്യണ്ട. താൻ തന്റെ പണിയൊക്കെ ചെയ്തവിടെ നടക്കുക, സ്വസ്ഥമായിട്ട് ജീവിക്കുക. അതിനിടയിൽ വല്ലതൊക്കെ വലിയ ഒരു ബന്ധമുള്ളൂ. അതിനിടയിൽ എന്തെങ്കിലുമൊക്കെ നടന്നൊക്കെ പൊക്കോളും. നമ്മൾ കല്യാണം കഴിക്കാൻ മെനക്കിടുക, പെണ്ണിനെ വളയ്ക്കാൻ മെനക്കിടുക, ഇതിന് പോലെ നടക്കുക, അങ്ങനെ പോകല്ലേ. ശരിക്കും വളർത്തിയ ഫൂൾ ചെയ്യരുത്. നമ്മൾ സിൻസിയറായിട്ട് പറഞ്ഞ ആൾ അക്സെപ്റ്റ് ചെയ്തു. എന്നോട് ഒരാൾ പറഞ്ഞ നിങ്ങള് പ്രണയ കുറച്ച് അഭിനയിക്കണോ? ഈ അഭിനയിച്ചില്ലെങ്കിൽ ഒന്നും നടക്കില്ല. എന്തൊക്കെയാണ് നിങ്ങളോട് അഭിനയിക്കാൻ പറഞ്ഞത്? അല്ല എന്താണ് ലൈഫിൽ അഭിനയിക്കാൻ മുമ്പോട്ടുള്ളൂ. ഇല്ലാത്ത കാര്യം ഹിപ്പോക്രസി കാണില്ല, ഭയങ്കര റൊമാൻറ്റിക് ആവുക. സന്തോഷിനെ സംബന്ധിച്ചിടത്തോളം സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളോട് ജസ്റ്റ് എനിക്ക് ഇഷ്ടമാണ്, ഐ ലവ് യു എന്ന് പറയുന്നതോടുകൂടി കഴിഞ്ഞോ? അതെങ്ങനെയാ സന്തോഷം എക്സ്പ്രസ് ചെയ്യുന്നത്? സന്തോഷ് ലവ് തോന്നുന്നത് സെലിബ്രിറ്റി ആയിരിക്കും. അങ്ങനെയില്ല. അതൊക്കെ പണ്ടത്തെ കഥ. അതല്ല ഇപ്പൊ അങ്ങനെയാന്ന് വെച്ചാൽ സെലിബ്രിറ്റി അല്ലേ ഒരു പറഞ്ഞിരിക്കുന്നു. പിന്നെ ഞാൻ എത്ര പേര് പറഞ്ഞു? ആരോടാ പറഞ്ഞിരിക്കുന്നത്? എല്ലാ സിനിമ തന്റെ 2 ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞാണ്, അറിയാമോ? തന്റെ 2 വുമൺ ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞാണ്, അറിയാമോ?
അവർ സെലിബ്രിറ്റി അല്ല. ആരൊക്കെയാണ് ആൾക്കാർ മറന്നു വരുന്നത്? അവർ സെലിബ്രിറ്റി ഒന്നല്ല. സെലിബ്രിറ്റി അല്ല. എനിക്കറിയാം ആരൊക്കെയാണ് അവർ. രണ്ടുപേരും സെലിബ്രിറ്റികളാണ്. എന്റെ അത്ര പേരില്ല. സെലിബ്രിറ്റി ആണോ? പേരോടല്ല സെലിബ്രിറ്റിയാ. സാധാരണക്കാരോട് പറഞ്ഞു. ഞാൻ എങ്ങനെ അവരെ കണ്ടത്? എവിടെ വെച്ചാ കണ്ടത്? എങ്ങനെയാ കണ്ടത്? ഈ ചാനലൊക്കെ അല്ലേ കണ്ടത്? എന്റെ ഒപ്പം കാണുന്ന ചാനലിൽ കണ്ട ഞാൻ പരിചയപ്പെട്ടു. ഇന്റർവ്യൂ ഒന്നും കണ്ടിട്ടില്ലേ? അവര് സെലിബ്രിറ്റി ഒന്നും അല്ല. പിന്നെന്താ? ഇനി നിങ്ങൾ സംസാരിക്കും, ഞാൻ സംസാരിക്കും മതിയായി. ലവ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്താണ്? ലവ് എന്ന് പറഞ്ഞാൽ പ്യൂറാണ്, അല്ല ലസ്റ്റ് ഉണ്ടാവും. അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ? എക്സ്പ്രസ് ചെയ്യാറുണ്ട്. എങ്ങനെ? നമുക്ക് ഒരാൾക്ക് ഹഗ് കൊടുക്കാം. ഈ ബാറ്റ് ടച്ച് ഗുഡ് ടച്ച് വ്യത്യാസമല്ല. ബാറ്റ് ഞാൻ പറയാം, ഈ ഗുഡ് ടച്ച് ആണ് ലവ്. ഗുഡ് ടച്ച് ആണ് ലവ്. ഒരു പെണ്ണിനെ സ്പർശിക്കുമ്പോ ഗുഡ് ടച്ച് ലവും ബാറ്റ് ടച്ച് ലസ്റ്റും ആണ്. ഇത് ലവ് അല്ല, ഗുഡ് ടച്ച് ലവും ബാറ്റ് ടച്ച് ലസ്റ്റും ആണ്. ലസ്റ്റ് എസ്തെറ്റിക് ആണ്, പ്യൂർ അല്ല. അല്ല, ഞാൻ ചോദിച്ചത് എക്സ്പ്രഷൻ ഓഫ് ലവിനകത്ത് ടച്ച് മാത്രമാണോ സന്തോഷം? ഒരാളെ സ്നേഹമാണെങ്കിൽ അയാളുടെ കൈ പിടിച്ചിട്ട് മാത്രമാണോ സ്നേഹിക്കാൻ പറ്റുക? വേറെ ഏതൊക്കെ രീതിയിൽ ഒരാളെ ഞാൻ ചോദിക്കുന്ന സെക്സ് അല്ല, ഞാൻ ചോദിക്കുന്ന സന്തോഷം. എങ്ങനെയൊക്കെ നമുക്ക് സ്നേഹം പ്രകടിപ്പിക്കാം? വാട്ട് ഈസ് യുവർ ഐഡിയ ഓഫ് ലവിങ് സംവൺ? ടെലിപ്പതി ആവാം, അല്ലാതെ ആവാം. ടെലിപ്പതി മൈൻഡ് ടു മൈൻഡ് അല്ല. അത് അപ്പോഴും ഇപ്പൊ ആ കുട്ടീനെ സ്നേഹിക്കാന്ന് വെച്ചാൽ എങ്ങനെ എക്സ്പ്രസ് ചെയ്യും? പറയൂ. മനസ്സുകൊണ്ട് സംസാരിക്കാറുണ്ട്. അങ്ങനത്തെ വേഗ ഐഡിയാസ് പറ്റൂല. അതെ, യു നീഡ് ടു ബി എങ്ങനെ സ്നേഹിക്കും? റൊമാൻറ്റിക് ഹഗ് കൊടുക്കാം. What is the other way other than physical? ഫിസിക്കലി അവരെ മനസ്സിലാക്കുക, അവർക്ക് ഫ്രീഡം കൊടുക്കുക. പണ്ടത്തെ ആണെങ്കിൽ ഫ്രീഡം കൊടുക്കില്ലല്ലോ. സ്പേസ് കൊടുക്കുക, സപ്പോർട്ടീവ് ആവുക. ദാറ്റ് ഈസ് ഗുഡ് എക്സാമ്പിൾ ഓഫ് ലവ്, എക്സ്പ്രസിംഗ് ലവ്. പിന്നെന്താ റൊമാൻറ്റിക്? ഫിസിക്കലായിട്ട് കൊണ്ട് അല്ലാതെ ഫിസിക്കൽ സെൻസിൽ അല്ലാത്ത ലവിലുണ്ടല്ലോ. അവരുമായിട്ട് സംസാരിച്ചിരിക്കാമല്ലോ, ഇല്ലേ? സംസാരിച്ചിരിക്കുന്നത് സംസാരിക്കാൻ സമയമില്ല. ആണെങ്കിലും സമയമുണ്ട്, പെണ്ണുങ്ങൾക്കില്ല. പെണ്ണുങ്ങളാണ് അവർക്ക് പേഴ്സണൽ ലൈഫ്, അവരുടെ പ്രൊഫഷണൽ ലൈഫ്, പേഴ്സണൽ ലൈഫ് രണ്ടും മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് സമയമില്ല. എന്നാലും പേഴ്സണൽ ലൈഫിലേക്ക് എത്തുമ്പോൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ അവർക്ക് ഒരു സന്തോഷം കിട്ടൂലേ? ഈ പറയുന്ന ലവ് അവർക്കും വേണ്ടത് തന്നെയല്ലേ? അവരിപ്പോ നിങ്ങളെയാണ് സ്നേഹിക്കുന്നത്. കല്യാണം കഴിക്കാത്തവർ എന്ത് ചെയ്യണം? അത് പറയാം. അവർക്ക് അതാ പറഞ്ഞ കമ്പാനിയൻഷിപ്പിനായിട്ട് നിങ്ങൾക്ക് കല്യാണം കഴിച്ച് മാത്രമല്ലോ. നമ്മൾ എന്ത് ചെയ്യും? ഒരു പെണ്ണ് നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ കമ്പാനിയൻഷിപ്പ് നീഡ് ഫുൾഫിൽ ചെയ്യാൻ കല്യാണം കഴിക്കണമെന്നില്ല. അതിന് കൂട്ടുകാരിൽ നിന്ന് തന്നെ ഉണ്ടാകാമല്ലോ. കാരണം കമ്പാനിയൻഷിപ്പ്, ലവും ലസ്റ്റും വേറെ വേറെയാണ്. ഇപ്പൊ സന്തോഷം പറഞ്ഞില്ലേ? അപ്പൊ ലവ് മാത്രമാണെങ്കിൽ വൈ നോട്ട്? അത് ഒത്തിരി പേരുടെ അടുത്ത് ഷെയർ ആവാമല്ലോ. അതിൽ ജെൻഡർ സ്പെസിഫിക് പോലും അല്ല. ലസ്റ്റ് വരുമ്പോ, അല്ലാതെ അങ്ങനെ വരുമ്പോഴാണ് ജെൻഡർ സ്പെസിഫിക്. അപ്പൊ താൻ പറഞ്ഞു വരുമ്പോ തന്റെ എന്ത് വരുമ്പോ ലൈഫ് പാർട്ണർ കറക്റ്റ് ആണ്. അത് ലൈഫ് പാർട്ണറിലേക്ക് വരുമ്പോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് രണ്ടും ഒരുമിച്ച്. ഒരു മദർസ് അല്ലെങ്കിൽ ഫാദർസ് അതല്ലേ കുറച്ചുകൂടി പ്യൂർ? ഇല്ല, അത് എനിക്ക് തോന്നുന്നു സന്തോഷം എവിടേക്കോ ലസ്റ്റ് വരുമ്പോ അത് അഡൾട്രേറ്റഡ് ആയ പോലെ ഫീൽ ചെയ്യുന്നു. പ്യൂർ അല്ല. അത് നിങ്ങളുടെ അടിസ്ഥാനമായ വിശ്വാസമാണോ ലസ്റ്റ് ശരിയല്ലെന്ന്? അങ്ങനെയും വേണ്ടേ? ലവ് ശരി, ലസ്റ്റ് വന്ന ഉടനെ അതിന്റെ അർത്ഥം ലവ് ഇല്ല. ഇമോഷൻ അല്ല ലവ് ഫസ്റ്റ് ഓഫ് ഓൾ. വാട്ട് ഈസ് റോങ് ഇൻ ബീങ് പ്യൂർലി ഫിസിക്കൽ? അതും ഒരു നീഡ് അല്ലേ? ഫിസിക്കൽ മാത്രമല്ല വേണ്ടത്. അങ്ങനെ പറഞ്ഞോളൂ. ഫിസിക്കൽ മാത്രമായ ശരിയാവില്ല. ഇല്ല, ശരിയാവില്ല. പക്ഷെ അപ്പൊ നിങ്ങൾ പറയുന്നു അമ്മയും കുട്ടികളും തമ്മിലുള്ളത് മാത്രമാണ് പ്യൂർ എന്ന്. അമ്മയും കുട്ടികളും തമ്മിലുള്ളത് മാത്രമല്ല, ഒരു പാർട്ട്ണർ ലവും ഉണ്ട്, ലസ്റ്റും ഉണ്ട്. അത് നല്ലതല്ലേ? അത് അടിസ്ഥാനപരമായി എന്താ അങ്ങനെ ചിന്തിക്കാൻ കാര്യം? അല്ലല്ല, ഞാൻ ചോദിച്ചത് ലസ്റ്റ് ചീത്തയാണ് ചിന്തിക്കാൻ കാര്യം. എന്താണ് അന്നത്തെ പ്യൂർ അല്ല എന്ന് പറയുന്നത്? എന്തായി പ്യൂർ? കാണുമ്പോൾ അവിടെ ഒരു
എന്താണ് അതിലൊരു ഇമോഷണൽ ഇല്ല, ഒരു സിൻസിയറിറ്റി ഇല്ല, ആത്മാർത്ഥതയില്ല. അല്ല, നമ്മൾ ലവ് ചെയ്യുന്ന ഒരാളെ നമുക്ക് ലസ്റ്റ്ഫുൾ ആയിട്ടും കൂടെ ഇഷ്ടമാണെന്ന് പറയുന്നതിനകത്ത് തെറ്റില്ലല്ലോ, ഉണ്ടോ? പവിത്ര ബന്ധം എന്ന് പറയുന്നത് എങ്ങനെയാ അത് പവിത്രതയ്ക്ക് ഇയാള് കൊടുക്കുന്ന ഇതിനകത്ത് പ്ലാറ്റോണിക് ലവ് എന്ന് പറയും. അപ്പൊ രണ്ട് പേര് കല്യാണം കഴിച്ചു. എനിക്ക് താല്പര്യം പ്ലാറ്റോണിക് ലവ് ആണെങ്കിൽ താൻ അങ്ങനെ ചെയ്തോ. അതെ, ഇതിൽ ഒരാള് വരണ്ടേ അവിടെ പ്ലാറ്റോണിക് ലവ് വേണം, പ്ലാറ്റോണിക് ലവ് വേണം എന്ന് പറയാം. അല്ലാതെ ലസ്റ്റ് അല്ല മറ്റേ ക്രഷ് ഉണ്ട് നല്ല ഇനി പറയണ്ടേ. ഞാൻ ഇനി പറയേണ്ട കാര്യം എനിക്ക് പ്ലാറ്റോണിക് ലവ് വേണോ. അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. എനിക്ക് സംസാരിച്ചിരിക്കാൻ, എനിക്കൊന്ന് പുറത്തു പോവാൻ, എനിക്ക് വേണമെന്നൊന്ന് പറഞ്ഞു. ആയാലും പെങ്കൊച്ചു വന്നു കഴിഞ്ഞാൽ പറച്ചിലൊക്കെ ഉള്ളൂ, ആടി പിടിക്കും. എനിക്ക് എനിക്കൊണ്ട് ഇതൊരു ഗേൾഫ്രണ്ട് ഉണ്ടായില്ല. അത് ഇത് കള്ളം പറയുന്നുണ്ട്. വേണ്ടത് ലസ്റ്റാണ്. അത് പറ. എനിക്ക് വേണ്ടി ലസ്റ്റാ. ആര് പറഞ്ഞു? വേണ്ടേ കള്ളം പറയുന്നു. എനിക്ക് ലസ്റ്റ് അല്ല. ലവ് വേണം. പെണ്ണുങ്ങളെ കാണുമ്പോൾ കുറെ പോവാ ചാടി പിടിക്കാൻ. നീ എല്ലാത്തിനും പിടിക്കാൻ നോക്കിയില്ലേ ഇതുവരെയായിട്ടോ? ഓരോ നടിമാരെ വീട്ടിൽ ആരുടെ ചലോടിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ഒരു മര്യാദ വീട്ടിൽ ബഹുമാനം എടുത്തെടുത്ത് ഞാൻ വായി നോക്കുകയാണ്. ഞാൻ ചെയ്യാറ് നിങ്ങൾ അനാർക്കിൽ പറഞ്ഞാൽ ചോദിക്കും ഞാൻ ആരാണെന്ന്. അവർ പറഞ്ഞത് എനിക്ക് ആരാണെന്നാരും പിടിക്കാനൊന്നും പോയിട്ടില്ല. സംഭവം ഇത് വളച്ചു പിടിക്കുന്നല്ലേ മീഡിയക്കാരാ. 7 മണിക്ക് പോസ്റ്റ് ഇടുന്നത് അതിൽ നമുക്ക് റീച്ചിട്ട് അവിടെ ചെയ്യുന്നല്ലേ. നമുക്കിവിടെ അളി പിടിച്ചിരിക്കാൻ പറ്റില്ല. ഇപ്പൊ എനിക്ക് വേറെ ഇവിടെ കോപാലത്തിൽ കാണിക്കാൻ പറ്റില്ല. കച്ചറ കാണിക്കാൻ തുടങ്ങി. കോപാലത്ത് പറ്റില്ല. ഇവിടെ ഓടുന്ന ഒരു കോപാലത്രം വേറെ കാണിക്കുന്നു. അവരാണ് നിങ്ങള് 3 അഡൽട്ടാണ്. ഞാൻ ചെയ്ത അപരാധം അഡൽട്ടുമാണ്. എനിക്ക് കോപാലത്ത് പറ്റില്ല. ഇത് 3 വെച്ചു പോകുള്ളൂ. ഞാൻ എന്ത് ചെയ്യണം? ലൈബ്രറിയിൽ നിൽക്കണ്ടേ? ശരിക്കും പക്ഷെ അങ്ങനെ വേണ്ട അല്ലേ? ശരിക്കും അങ്ങനെയല്ല. അല്ല അതൊന്നും റീച്ച് പറയുന്നത് ഞാൻ പിന്നാലെ പറഞ്ഞിട്ടു. ഒരു പ്ലാറ്റോണിക് ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. പ്ലാറ്റോണിക് ഫ്രണ്ട്ഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ട്. ആഗ്രഹിക്കുന്നുണ്ട്. എത്ര പേരോട് പറഞ്ഞു? സിനിമയ്ക്കൊക്കെ പോകുമ്പോ ഒരു പെൺകുട്ടി കൂട്ടുണ്ടായാൽ നന്നാണോ? നല്ലതാണോ? അല്ല, ഈ പറയുന്ന പോലെ ഇപ്പൊ പെൺകുട്ടികൾ ഒത്തിരി പേരുണ്ട് കോളേജിൽ കഴിഞ്ഞു വന്ന് വെറുതെ ഇരിക്കണ. അവർക്ക് ആർക്കെങ്കിലും സിനിമയ്ക്ക് പോകുന്ന ഒരു കൂട്ടുവാണെന്ന് പറഞ്ഞാൽ തനിക്ക് താല്പര്യമില്ലേ? ഒരു പെൺകുട്ടി അങ്ങനെ അതൊരു പ്ലാറ്റോണിക് ലവ് റിലേഷൻഷിപ്പ് ആണ്. ഇറ്റ്സ് എ ഫ്രണ്ട്ഷിപ്പ്. അതാണ്. അത് പറയൂ. ഞാൻ സിനിമയ്ക്ക് പോകുന്ന സമയത്ത് എന്നോട് ആർക്കെങ്കിലും വരാൻ താല്പര്യമുണ്ട്? നിങ്ങൾ ഒറ്റയ്ക്ക് വെറുതെ 5 തൊട്ട് 7 ഇടയിലുള്ള ഒരു സിനിമ ചിലപ്പോൾ അവർക്ക് ഹോസ്റ്റലിൽ 7 മണിക്ക് കയറണമായിരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ഒരു കമ്പനി ആണെങ്കിൽ മോശമായിട്ട് അവരോട് പെരുമാറരുത് കേട്ടോ. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് പെരുമാറില്ല. അങ്ങനത്തെ മോശമല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നീട് വിളിച്ചിട്ട് ഐ ലവ് യു അങ്ങനെ പറയണ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഓരോന്ന് പറയില്ലേ? അതാ അങ്ങനെ. അപ്പൊ അതില്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ്. ഒരുപാട് പെണ്ണ് ഇപ്പൊ എന്നെ ഒരു പെണ്ണ് പ്രേമിക്കണ്ടായി അച്ഛട്ടായി. അപ്പൊ അത് ഹണി ട്രാപ്പായി. അപ്പൊ നമുക്ക് എങ്ങനെ പെണ്ണിന് വിശ്വസിക്കാൻ പറ്റും? എപ്പോഴാ പണി കിട്ടാം? എസ്പെഷ്യലി ഫേമസ് ആകുമ്പോ എപ്പോഴാ പണി കിട്ടുന്ന പറയാൻ പറ്റില്ല. അതിനെന്താ തന്നെയും അയാളെ ഒരേ സമയത്ത് ഒരു പെണ്ണ് പ്രേമിക്കുന്നതിൽ തനിക്ക് അത് കുഴപ്പമില്ല. പക്ഷെ ആ പെണ്ണ് അവസാനം പറഞ്ഞ കാര്യമാണ്. ഓക്കെ, സൂക്ഷിക്കാൻ എനിക്ക് ഒന്നും പറയാനില്ല. അതിലെന്താ കാര്യം എന്ന് അറിയില്ല. പറയണ്ട. ഒരു പെണ്ണിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്താ വേണ്ടി ട്രസ്റ്റ് ചെയ്യാനായിട്ടാ? കാരണം അവര് മാറ്റി പറഞ്ഞാൽ നമുക്ക് നിയമങ്ങൾ അവർക്ക് അനുകൂലമാണ്. അധികം മാറ്റി പറഞ്ഞാൽ നമുക്ക് പോലെ എന്ത് ഇപ്പൊ സിനിമയ്ക്ക് പോകുന്ന ഒരു പെണ്ണിനെ എന്താ മാറ്റി പറയാൻ പറ്റുക? അല്ലെ എന്റെ പൊണ്ണ തരില്ല. അതെന്താ സെലിബ്രിറ്റി ബുദ്ധിമുട്ടാവും. നമ്മളൊരിക്കലും സിനിമയ്ക്ക് പോയിട്ടില്ലേ? എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. സന്തോഷത്തോടെ സിനിമയ്ക്ക് പോയി എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് അയാൾ എപ്പോഴും സിനിമയ്ക്ക് പോകുന്ന ആളാണ്. എനിക്കൊരു കൂട്ടില്ലായിരുന്നു. ഞാനെന്നാ സിനിമയ്ക്ക് സന്തോഷത്തോടെയാ പോയെ. ഇറ്റ് വാസ് ഓക്കെ. ഇയാള് ഫുള്ള് സിനിമ കാണൂല. ഇടയ്ക്ക് എഴുന്നേറ്റ് പോകും. ഞാൻ ശ്രദ്ധിച്ചില്ല. നേരത്തെ കണ്ട മൂവിയാണ്. ഞാൻ രണ്ടാമത് കാണുമ്പോൾ ഇറങ്ങി പോകണം. ഫസ്റ്റ് കാണുമ്പോൾ ഇറങ്ങി പോയില്ല. രണ്ടാമത് കാണുമ്പോൾ റിപ്പീറ്റ് വാല്യൂ ഇല്ലാത്ത പടം കാണുമ്പോൾ ഇറങ്ങി പോകും. അങ്ങനെ ഒരു തിയേറ്ററിൽ കയറി പടം കാണാൻ ഞാൻ കണ്ടാണല്ലോ.
ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇടയ്ക്ക് അപ്പുറത്ത് പോയിരിക്കും, അപ്പുറത്ത് ഇറങ്ങിയിട്ട് പിന്നെ ഇവിടെ വന്നിരിക്കും. അങ്ങനെ 3 പടമൊക്കെ ഒരു ദിവസം കാണുന്നത്. അത് ഒരു പടം പഠിക്കുമ്പോൾ കുറച്ചു അവിടെ ഇരിക്കും. അത് ഞാൻ റിയാക്ക് മാത്രം എല്ലാം കണ്ടോണ്ടിരിക്കുകയാണ്. ചിലത് കാണാൻ പറ്റില്ല, അങ്ങനെ ഇറങ്ങി പോകണം. വിത്ത് സെക്ഷൻ നമ്മൾ ഇറങ്ങി പോകും. ഇത് ശരി കംപ്ലീറ്റ് ചെയ്യാറുണ്ടോ പൊതുവിൽ? നല്ല ഉയരം കാണും. മോഹൻലാലിന് പോയി മൊത്തം കാണാം. ഓരോന്നും കാണാറില്ല, താണ്ഡവം പ്രജയൊന്നും കാണാൻ പറ്റില്ല. എങ്ങനത്തെ പൊതുവെ ഇഷ്ടം? എനിക്ക് സൂര്യകാര്യത്തിന് പോയി കണ്ടിട്ടില്ല. അത് മെത്തേഡ് ആക്ടിങ്ങും പോയി വളർത്തുമാരുവാ. ഞാൻ പോവാ മതി, കഴിഞ്ഞ പരിപാടിയായില്ല അല്ലേ? കൊറേ ഇത് ട്രോള് കിട്ടാൻ പോയില്ല. ഓക്കെ, ലവ് പ്യുവർ ആണ്, ലസ്റ്റ് പ്യുവർ അല്ല, എസ്തെറ്റിക് ആണ്. I don't agree with that. I don't agree with that.